ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ്. അപ്പം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മാത്സിന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ പലിശ എന്ന് പറയുന്ന, അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? 10% സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിൻ്റെ ഇരട്ടിയാവും? ഇതാണല്ലോ ചോദ്യം. ഇവിടെ എന്താന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇരട്ടി. അപ്പൊ ഇങ്ങനൊരു ചോദ്യമാണ് തന്നത്. നിങ്ങൾക്ക് പലിശ നിരക്ക് തന്നു, പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞു. എന്താണ്? എത്ര വർഷം കൊണ്ടാണ് ആ തുക ഇരട്ടിയാവുന്നത്? അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ നമുക്ക് ലഭിക്കുന്ന പലിശയും എന്താവണം? തുല്യമാവണം. എങ്കിലാണ് എന്താവുന്നത്? തുക ഇരട്ടിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 100 പലിശ നിരക്കല്ലേ. അപ്പം പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം 100 ഡിവൈഡഡ് ബൈ എത്രയാണ് നിങ്ങൾക്ക് പലിശ നിരക്ക് എന്ന് നോക്കുക. അപ്പം എന്താണ്? 100 ഇവിടെ 10%. അപ്പം 100/10 ചെയ്യുക. അപ്പം എന്താണ്? 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ആ പൈസ ഇരട്ടിക്കും. അപ്പം എന്താണ്? 100/10 ചെയ്താൽ മതി. എളുപ്പമല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് നോക്കുക. അതായത് 20% സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിൻ്റെ ഇരട്ടിയാവും? ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? 20%. എന്ത് ചെയ്യണം? 100/20. 100/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100/20 എത്രയാണ്? 5 അല്ലേ? സോ 5 വർഷം കൊണ്ട് അതെന്തായി? ഇരട്ടിയായി. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഇവിടെ ഒരു ശ്രേണിയാണ് നമുക്ക് തന്നത്. ഒരു സംഖ്യാശ്രേണിയാണ് തന്നിരിക്കുന്നത്. 1 -1 വീണ്ടും 1 -1 അങ്ങനെ പോവുകയാണ്, അല്ലേ? എന്ന സംഖ്യാശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുക. ഇവിടെ നോക്കണം, ആദ്യ 20 പദങ്ങൾ. അപ്പൊ എത്ര പേരുണ്ടാവും? 10 പേർ, അല്ലേ? അപ്പൊ 1 -1 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0. അങ്ങനെ ആകുമ്പം മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 1 -1 പ്ലസ് 1 -1 അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ എന്താണ്? വാല്യൂ 0 ആണ്. ഇപ്പൊ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആണ്. ഇനി ആദ്യത്തെ 21 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താവും? വീണ്ടും എന്തായി റിപ്പീറ്റ് ചെയ്യുന്നത്? 1 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ 1 കഴിഞ്ഞ് അടുത്ത -1 വരുന്നുണ്ടോ? ഇല്ല, 21 പദങ്ങളാ പറഞ്ഞ്. അപ്പൊ ലാസ്റ്റിലത്തെ 1 ഉണ്ടാവും. അപ്പൊ എന്താണ്? ആദ്യത്തെ 21 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 1. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 0, അല്ലെങ്കിൽ ആദ്യത്തെ 22 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 0, 24 എത്രയാണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം? ഒരു പെയർ ഉണ്ടാക്കാം. സോ -1ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 0 ആണ്. സോ ദ ആൻസർ ഈസ് 0. അടുത്തത് 8,20,118 എന്നതിൻ്റെ 0ന്റെ സ്ഥാനവില. നമുക്കിപ്പോൾ നിങ്ങൾ സ്ഥാനവില, മുഖവിലയൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എന്താണ് മുഖവില? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2ന്റെ മുഖവില എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 തന്നെയാണ്. ഇനി 2ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ഇത് ഒറ്റ 10 100 1000 10000 2 ഇൻറ്റു 10000 20,000 2ന്റെ സ്ഥാനവില. അങ്ങനെയെങ്കിൽ ഇവിടെ 0 അല്ലേ? 0ത്തിന്റെ സ്ഥാനവില എന്താണ്? ഒറ്റ 10 100 1000. കാരണം 0 അവിടെ മുഖവില. 0 മുഖവിലയാണ്. സോ സ്ഥാനവില എന്താണ്? 1000. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 1000. അടുത്തത് 10 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ്. നമുക്കറിയാമല്ലോ, വൃത്തത്തിന്റെ ചുറ്റളവാണ് 2πr, അല്ലേ? വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 2r ആണ്. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റേഡിയസ് ആഡ് ചെയ്താൽ മതി, അതായത് 2r. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? 10 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr. അപ്പൊ 2r ഇൻറ്റു പൈ. 2r എത്രയാണ്? 10. 10 ഇൻറ്റു പൈ സെന്റിമീറ്റർ, അല്ലേ? കാരണം എന്താണ്? ഓൾറെഡി നമുക്ക് വ്യാസം തന്നിട്ടുണ്ട്. ഇപ്പൊ വ്യാസത്തിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? പൈയുടെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓപ്ഷനിൽ പൈ എന്ന് തന്നെയാണ് തന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആ പൈ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൈയുടെ വാല്യൂ ആയ 3.14 അല്ലെങ്കിൽ 22/7 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കിയേ, ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അത് ശതമാനമാണ്. അതായത്
0.08% എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഇത്. അപ്പം ഇതിനെ നമുക്ക് ആദ്യം എഴുതാം. ഇതെന്താണ്? 0.08% എന്ന് പറഞ്ഞാൽ 1/100 അല്ലേ? അപ്പം ഈ 0.08 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യയിൽ എഴുതാം? പോയിന്റിന് ശേഷം എത്ര സ്ഥാനം നോക്കുക? 1, 2. സോ എന്ത് ചെയ്യുക? നമുക്ക് മേലെയുള്ള സംഖ്യ 8, അപ്പം പോയിന്റിന് ശേഷം 2 സ്ഥാനം. അപ്പം എന്ത് ചെയ്യുക? 2 0 ചേർക്കുക. ഇൻറ്റു എന്താണ്? ഓൾറെഡി 1/100 ഉണ്ട് അല്ലേ? അപ്പം എന്താണ് ആൻസർ? 8/10000. സിമ്പിൾ അല്ലേ? കാരണം ഈ ഇതിൽ നമുക്ക് 8/10 ഉണ്ട്, 8/100 ഉണ്ട്, 8/1000 ഉണ്ട്, 8/10000 ഉണ്ട്. സോ നമ്മൾ അതിനെ വീണ്ടും ചെറുതാക്കാനൊന്നും പോണ്ട, ഡയറക്റ്റ് എഴുതിയാൽ മതി. 8/10000. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാകും? ബഹുഭുജത്തിന് എന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു അടഞ്ഞ രൂപമാണ് അല്ലേ? അപ്പം അങ്ങനെ വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര വേണം? 3 വശങ്ങൾ വേണം. എങ്കിൽ മാത്രമേ അതെന്താവും? ഒരു ബഹുഭുജമാകും അല്ലേ? അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 3. അടുത്തത് നോക്കിയേ, 7 1/2 ഇൻറ്റു 3 1/5. ഇതാണ് ചോദിച്ചത്. അപ്പോൾ 7 ഇൻറ്റു 2, 7ഉം ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. 7 ഇൻറ്റു 3 21 ഇൻറ്റു 1/2 ഇൻറ്റു 1/5. അല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാം? 7 2 14 1 15/2 ഇൻറ്റു എന്ത് വരും? 3 5 15 1 16/5 അല്ലേ? 15 5 എത്ര? 15 5 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 16 2 എത്ര പ്രാവശ്യം പോകും? 8. സോ 3 ഇൻറ്റു 8 24. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത നോക്കിയേ, ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 8 കൂട്ടിയാൽ 23 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? അപ്പം എന്താണ്? ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യ, അതിനെ എന്ത് ചെയ്യണം? 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5. അപ്പം എന്ത് ചെയ്യുക? x ഇൻറ്റു 5. ഇനിയോ ആ കിട്ടിയതിന് 8 കൂട്ടിയാൽ എത്ര കിട്ടും? 23 കിട്ടും അല്ലേ? 8 കൂട്ടിയാൽ. ഓക്കെ, അപ്പം 5x + 8 എന്ന് പറയുന്നതാണ് 23. അപ്പോൾ x എത്രയാണ്? 23 8 കുറക്കുക, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കുക. 23 8 കുറച്ചാൽ എത്രയാണ്? 15. 15/5 എന്ന് പറഞ്ഞാൽ 3. സോ ആ സംഖ്യ എത്രയാണ്? 3 ആണ്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ? ഇപ്പം എത്രയാണ്? നമ്മൾ 3 പറഞ്ഞല്ലേ? 3 ഇൻറ്റു 5 15 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 23 തന്നെയല്ലേ? അല്ലേ? അപ്പം ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു സമചതുരക്കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും? ഒരു സമചതുരക്കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും? മുകളിൽ 1 2 3 4, താഴെയും 4, 4 4 8. പിന്നെയോ ഈ സൈഡിലില്ലേ? അതും എത്രയാണ്? 4. സോ എത്ര ഉണ്ടാവും? 12 വക്കുകൾ ഉണ്ടാവും കേട്ടോ. പുറത്ത് വെക്കാം. ഒരു സമചതുരക്കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 12. അടുത്തത്, 5200 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി 10% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? അപ്പോൾ ഇതിൻ്റെ വാങ്ങിയ വിലയാണ് 5200. ഇനിയോ 10% ലാഭത്തിൽ വിറ്റു അല്ലേ? അപ്പം എന്താണ്? 5200ൻ്റെ 110% കണ്ടാൽ മതി. കാരണം എന്താണ്? 10% ലാഭമാണ്. സോ 100ൻ്റെ കൂടെ 10 കൂട്ടാം, 110. അപ്പം എന്താണ്? നോക്കിയേ, 5720 രൂപയായിരിക്കും എന്ത്? വിറ്റ വില എന്ന് പറയുന്നത്. ഓക്കെ, 5200 രൂപയ്ക്ക് വാങ്ങുന്നു, 5720 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മുടെ 2025 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു 11 തസ്തികകളിലേക്ക് ഒരുമിച്ചൊരു എക്സാം നടന്നിട്ടില്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ഈ ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ദേവസ്വം ബോർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രശാന്ത് സാർ നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിൻ്റെ സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാരും മിസ് ഔട്ട് ചെയ്യരുത്.
അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഫേസ് ചെയ്യുക. അപ്പോൾ മിൻറ്റ് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ടുണ്ട്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.